മക്കളെ നമുക്ക് എന്ത് ചെയ്യാം, ആറാമത്തെ ചാപ്റ്ററിലുള്ള ഒരു ചെറിയ ഭാഗം എന്താണെന്ന് വെച്ചാൽ ക്ലോറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത് നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് എക്സാം ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ അല്ലേ. നമ്മൾ ക്ലോറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ആ ഭാഗത്തൊന്നും പോകുന്നില്ല. എങ്കിലും ക്ലോറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഉപയോഗങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കണം, ഫോർ ബ്ലീച്ചിങ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബ്ലീച്ചിങ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ, ബ്ലീച്ചിങ് പൗഡറൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെയാണ് നമുക്കറിയാം, ക്ലോറിന് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. ഓക്കെ, പിന്നെ മാത്രമല്ല ടു പ്രിപ്പയർ പെസ്റ്റിസൈഡ്സ്, നമ്മൾ കൃഷിയിലൊക്കെ വരുന്ന പെസ്റ്റുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പെസ്റ്റിസൈഡുകളില്ലേ, പ്രാണി അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന പല ഷഡ്പദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊല്ലാൻ പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുമ്പോൾ ആരും മക്കളെ ക്ലോറിനുണ്ട്. മക്കൾ ഈ പോയിന്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, എന്താണ് എക്സാം ചോദിക്കുമ്പോൾ ജസ്റ്റ് അത് എടുത്ത് എഴുതേണ്ട പണി മാത്രമേ ഉണ്ടാവുള്ളൂ. 2 മാർക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 3 മാർക്ക് വരെ എന്ത് ചെയ്യാറുണ്ട്, തരാറുണ്ട് കേട്ടോ. ഓക്കെ, ടു റിമൂവ് സ്റ്റെയിൻ ഫ്രം ക്ലോത്ത്. അവിടെ നമ്മുടെ ക്ലോത്തിലുണ്ടാകുന്ന കറകൾ അതുപോലെയുള്ള ചില നിറങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു മാർക്കറിൻ്റെ ഒക്കെ നിറമായി വിചാരിച്ചോ, സ്റ്റെയിനായി അല്ലെങ്കിൽ കറയായി, അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ആറിന് ഉപയോഗിക്കാം, ക്ലോറിന് ഉപയോഗിക്കാം. നമുക്കറിയാം അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന പല ഈ സ്റ്റെയിനൊക്കെ കളയുന്ന പല പ്രൊഡക്റ്റിലും എന്തുണ്ട്, ക്ലോറിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കി വെക്കുക, ക്ലോറിൻ നമുക്ക് എന്ത് ചെയ്യാം, അതിനു വേണ്ടി യൂസ് ചെയ്യാം. അടുത്തത് ടു പ്യൂരിഫൈ വാട്ടർ. മക്കളെ ക്ലോറിനേഷൻ എന്നുള്ളൊരു പരിപാടി ഉണ്ട്. വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷൻ്റെ സ്റ്റേജിൽ ഒരു ക്ലോറിനേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജുണ്ട്. അതായത് ക്ലോറിൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ പ്യൂരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ്, ടു പ്രിപ്പയർ ബ്ലീച്ചിങ് പൗഡർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലീച്ചിങ് പൗഡർ എന്ത് ചെയ്യാം, നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതായത് നമുക്കറിയാം അല്ലേ, ബ്ലീച്ചിങ് പൗഡർ നമുക്കറിയില്ലേ, യെസ്, നമ്മൾ പായലും പൂപ്പലുകളുടെ ഭാഗത്ത് ഇടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രഷ് ആയി കിട്ടാൻ വേണ്ട സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഇടാറുണ്ട്. സോ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആരും ഉപയോഗിക്കാം, ഉപയോഗിക്കുന്നുണ്ട്, ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. സോ സാർ ഞങ്ങൾ എങ്ങനെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കും, ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാം എന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കണം. അതായത് ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ്. നമ്മൾ എന്താണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാറുണ്ട്, എങ്ങനെ, ബൈ പാസിങ് ഡ്രൈ ക്ലോറിൻ ഗ്യാസ്. അതായത് ഈർപ്പരഹിതമായ നനവില്ലാത്ത ഡ്രൈ ആയ ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യണം, കടത്തിവിടണം. ഇതിലൂടെ ഡ്രൈ സ്ലേക്കഡ് ലൈമിലൂടെ. ഓക്കെ, ഈർപ്പരഹിതമായ കുമ്മായത്തിലൂടെ. എങ്ങനെ, കുമ്മായപ്പൊടി. മക്കളെ നമുക്കറിയാം കുമ്മായപ്പൊടി അറിയില്ല, കുമ്മായം, യെസ്, ആ കുമ്മായപ്പൊടി എന്താണ്, ഈർപ്പരഹിതമാവരുത്. അപ്പോൾ ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകത്തെ കടത്തിവിട്ടാൽ നമുക്ക് കിട്ടും, ആരെ കിട്ടും, ബ്ലീച്ചിങ് പൗഡർ കിട്ടും. ഓക്കെ, ജസ്റ്റ് സിമ്പിളായ പരിപാടിയാണ്, പക്ഷേ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോറിൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ പഠിച്ചു. മാത്രമല്ല കുമ്മായത്തിലൂടെ ക്ലോറിൻ കടത്തിവിട്ടാൽ ബ്ലീച്ചിങ് പൗഡർ കിട്ടും, അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്ലോറൈഡുകളെ തിരിച്ചറിയാം. അതായത് ഒരു സംയുക്തം അതിൽ ക്ലോറിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇതൊരു സംയുക്തമാണ്, ഇതിൽ എന്തുണ്ടോ, ക്ലോറിൻ ഉണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരിക. അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്ലോറൈഡ് അയോൺസ് അല്ലെങ്കിൽ ക്ലോറൈഡ്. ഓക്കെ അല്ലേ, നോക്കാം. അതായത് നമ്മൾ അതിന് വേണ്ടി നമ്മൾ എടുത്ത എക്സാമ്പിൾ ആരാന്ന് വെച്ചാൽ നമ്മുടെ NaCl ആണ് അല്ലേ. NaCl നമുക്കറിയാം, NaCl എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഉള്ള ഒരു അയോണാണ്. സോ നമുക്ക് ഉറപ്പാണ് ആരുണ്ട്, ക്ലോറിൻ ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സ് ജനറലായിട്ട് പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാണ്, NaCl ടെസ്റ്റ് ട്യൂബ് എടുക്കുകയാണ് അല്ലേ. ടേക്ക് എ ലിറ്റിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, AgNO3 എന്ന് പറയുന്ന സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാണ്. സോ NaCl AgNO3 ആഡ് ചെയ്യാണ്. സോ നമുക്ക് എന്ത് പറ്റുമെന്ന് അറിയോ, ഒരു മിൽക്കിൻ്റെ കേടില്ലേ, അതായത് തൈര് അതുപോലെയുള്ളൊരു വെളുത്ത ഒരു പ്രസിപ്പിറ്റേഷൻ കിട്ടും, ഒരു അവക്ഷിപ്തം ഉണ്ടാവും. ഓക്കെ അല്ലേ. അപ്പോൾ ആ സോഡിയം ക്ലോറൈഡിലേക്ക് നമ്മൾ AgNO3 സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു വെളുത്ത തൈര് പോലെയുള്ള അവക്ഷിപ്തം കിട്ടും. ഓക്കെ, കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യരുത്, കൺഫേം ചെയ്യരുത്. ഇനി എന്താണ്, ഒരു കൺഫർമേഷൻ ടെസ്റ്റും കൂടെ ഉണ്ട്. അതായത് നോക്കാം അല്ലേ, യെസ്. അപ്പോൾ ഇതാണ് റിയാക്ഷൻ മക്കളെ. NaCl AgNO3 ആഡ് ചെയ്യുമ്പോൾ ഒരു വെളുത്ത അവക്ഷിപ്തം കിട്ടും. ഓക്കെ, വെളുത്ത അവക്ഷിപ്തം കിട്ടും. യെസ്, ഇനി എന്ത് വേണം, നമ്മൾ ആ ലായനിലേക്ക് വീണ്ടും അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH ആഡ് ചെയ്യാണ്. സോ അത് ലയിച്ചു പോയി. ഓക്കെ, അത് ലയിച്ചു പോയി. നമ്മൾ കണ്ട ആ തൈര് പോലെയുള്ള വെളുത്ത അവക്ഷിപ്തം എന്ത് ചെയ്യാണ്, അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH ആഡ് ചെയ്യുന്ന സമയത്ത് അത് ലയിച്ചു പോയാൽ ഉറപ്പിക്കാം എന്താണ്, അതൊരു ക്ലോറൈഡ് അയോണാണ്, അല്ലെങ്കിൽ അതിൽ ക്ലോറിൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ലെവലാനിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, തൈര് പോലെയുള്ള ഒരു അവക്ഷിപ്തം ഉണ്ടാകുന്നു. എന്നിട്ടോ, യെസ്, എന്നിട്ട് എന്താ ഉണ്ടായത് മക്കളെ, നമ്മൾ അമോണിയ ലായനി എന്ത് ചെയ്തു, അത് ഒഴിച്ചു. അപ്പോൾ എന്തായി, ലയിച്ചു പോയി. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ക്ലോറൈഡ് ലവണമാണ് അതിലുണ്ടായിരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ഥിരീകരിക്കാം, കൺഫേം ചെയ്യാം, ഉറപ്പിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോറൈഡിന് ഉണ്ടോയെന്ന് തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഫോർ എക്സാമ്പിൾ ഏതോ ഒരു അയോണ് എക്സ് അല്ലേ, എക്സ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടിലേക്ക് ഞാൻ എന്ത് ചെയ്തു, സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തു. ഓക്കെ, വെളുത്ത അവക്ഷിപ്തം തന്നെ വന്നില്ല. പിന്നെ ക്ലോറൈഡ് അയോൺ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റുമോ, ഇല്ല. ഓക്കെ അല്ലേ. ഇനി വെളുത്ത അവക്ഷിപ്തം വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു,
NH4OH ഒഴിച്ചു, അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു, അപ്പോൾ അത് ലയിച്ച് പോകുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഈ റിസൾട്ട് 2 റിസൾട്ടും ഒത്തു വന്നാൽ മാത്രം നമുക്ക് പറയാൻ പറ്റും എന്ത്, അതൊരു ക്ലോറൈഡ് അയോണാന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്ക് NaCl എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയാൽ മതി. ശരിയല്ലേ? NaClലേക്ക് നമ്മൾ എന്ത് ചെയ്തു, AgNO3 ആഡ് ചെയ്തു. സോ ഒരു വെളുത്ത അവശിഷ്ടം കിട്ടി, വെളുത്ത അവശിഷ്ടം അല്ലേ, തൈര് പോലെയുള്ള ഒരു അവശിഷ്ടം. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, NH4OH ഒഴിച്ചു. അപ്പോൾ അതെന്ത് ചെയ്തു, സിമ്പിളായിട്ട് അത് സോലുബിളായി പോയി, ലയിച്ചു പോയി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അതിലാരുണ്ടായിരുന്നു, NaCl. ഇതിൽ NaCl Cl ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റും അല്ലേ. നമുക്കറിയില്ല NaCl ആണ് എടുത്ത് നമുക്കറിയില്ല അല്ലേ, നമ്മൾ അങ്ങനെ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ എടുത്ത എന്താണ്, റിസൾട്ട് നോക്കാൻ വേണ്ടി NaCl എടുത്തിട്ട് നമ്മൾ ചെയ്തതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്തു, നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എക്സാം ചോദിക്കുന്ന ഭാഗം തന്നെയാണ്. എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. ഓൾ ദി ബെസ്റ്റ്.